ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് വിഷു കഴിഞ്ഞിട്ടാണ് കേട്ടോ. എന്നാലും എൻ്റെ വക എല്ലാവർക്കും ഹാപ്പി വിഷു അറിയിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ എണീറ്റ് വന്നിട്ട് കണിയൊക്കെ കണ്ടു കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ കണിയൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അമ്മ എന്നെ വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും എല്ലാവരും കണി കണ്ടു കേട്ടോ. ഉണ്ണി മാത്രം എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാനുള്ളൊക്കെ പരിപാടികളൊക്കെ നടന്നു കേട്ടോ. പടക്കം അത്ര അധികമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചെന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം അച്ഛൻ പടക്കമൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കണി ഇതുപോലെ പുറത്ത് കൊണ്ടുപോയി കാണിക്കും കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇതുപോലെ കണി പുറത്ത്, അതുപോലെ തന്നെ ആദ്യം നമ്മൾ അകത്ത് അടുക്കളയിലും റൂമിലും അങ്ങനെ എല്ലായിടത്തും കാണിക്കും. പിന്നെ അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് നമ്മൾ എല്ലാ എന്താ പറയുക ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ മരങ്ങളേനെയും ചെടികളേനെയും ഒക്കെ കണി കാണിക്കുക എന്നാട്ടാ പറയുക. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ അമ്മ വിളക്കൊക്കെ പിടിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞാനും പുറകിൽ നമ്മുടെ കാലെത്തിയിട്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണിയൊക്കെ പുറത്ത് കൊണ്ടുപോയി കാണിച്ചു. പിന്നെ ഇതാ പൂത്തിരി, പടക്കം, മേശാപ്പൂവ്, ചക്രം, അങ്ങനെ എല്ലാവിധ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികമൊന്നും ഇല്ല, കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തലേ ദിവസം ഞങ്ങൾ കുറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ മുറ്റത്തുള്ള കോലാഹലം. പിന്നെ അച്ഛനതാ ഓരോന്നോരോന്നായിട്ട് കത്തിച്ചു കേട്ടോ. ഞാനും കത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കത്തിച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. പിന്നെ അച്ഛൻ വിളിച്ചിട്ട് നമുക്ക് വിഷു കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും വിഷു കൈനീട്ടം തന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് വന്നു. ഇനി നമുക്ക് ഉച്ചയ്ക്ക് വേണ്ട പണികളൊക്കെ തീർക്കണമല്ലോ, വിഷു സദ്യ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കുറേ ഐറ്റംസൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മാങ്ങാക്കറിയാണ് ഉണ്ടാക്കണത്. മാങ്ങ കൂട്ടാല്ലേ, പഴുത്ത മാങ്ങ കൂട്ടാൻ. അത് എന്താ എല്ലാവരും ഇതിന് പറയാമെന്നറിയില്ല. ഞങ്ങളിവിടെ മാങ്ങ കൂട്ടാൻ തന്നെയാണ് കേട്ടോ പറയുക. ചിലർ മാമ്പഴപ്പുളിശ്ശേരി എന്നൊക്കെ പറയും. മോരൊക്കെ ഒഴിച്ചിട്ട് പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കില്ലേ, ആ കറി കേട്ടോ. പിന്നെ അതുപോലെ ചക്ക കൊണ്ട് എലിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്പ്പയ്ക്ക കൊണ്ട് ഉപ്പേരി, അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട്, പപ്പടം, പഴം, അതായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ പണികളും ഞങ്ങൾ പെട്ടെന്ന് ചെടപടേ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം, പിന്നെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണമായിരുന്നു അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അച്ഛൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് സാധനങ്ങൾ, കുറച്ച് പാലൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പപ്പടമൊക്കെ കാച്ചിയിട്ട് അമ്മ അതൊക്കെ സെറ്റാക്കിയിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ അമ്പലത്തിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആദ്യം എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കണി കാണിക്കാൻ വേണ്ടി കൊടുന്നു. അപ്പോൾ ആളെ ഉറക്കത്തിൻ്റെ ഒരു ചടവൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് തന്നെ കൊടുന്നിട്ട് കണി കാണിച്ചു. പിന്നെ അച്ഛൻ അവന് വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അവനത് എൻ്റെ കയ്യിൽ കൊടുന്നു തന്നു. പിന്നെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മ അമ്പലത്തിലേക്ക് പോയി വന്നിട്ട് അമ്മയും വിഷു കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. പായസം ആദ്യം വെക്കണില്ല വെച്ചിട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരാളിതാ ഇവിടെ നമ്മുടെ ഉരുളിയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കണ്ടേ. അങ്ങനെ പിന്നെ അമ്മ പായസത്തിൻ്റെ പണിയിലേക്കൊക്കെ കടന്നു. ഞാൻ പിന്നെ എൻ്റെ പണിയിലേക്കും കടന്നു കേട്ടോ. അടിച്ചോരുക, തുടയ്ക്കുക, അങ്ങനത്തെ ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ കടന്നു കേട്ടോ. തലേ ദിവസത്തെ കണിയൊരുക്കലും അതുപോലെ നമ്മുടെ പടക്കം പൊട്ടിക്കലും അങ്ങനെ കുറേ പണികൾ തലേ ദിവസം തന്നെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു അഴുക്കും പൊടിയൊക്കെ നന്നായിട്ട് തന്നെ തറയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പൊടി ഇട്ടുണ്ടായിരുന്നു, അത്യാവശ്യത്തിന് പൊടി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അകത്തൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടയ്ക്കാൻ നോക്കി.
അങ്ങനെ പിന്നെ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഇലയൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ അതൊക്കെ അതാ കഴുകി തുടച്ച് ക്ലീനാക്കി. പിന്നെ പായസം വെക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. നമ്മുടെ പരിപ്പ് പായസം കേട്ടോ വെക്കണത്. ഇവിടെ കൂടുതലും പരിപ്പ് പായസം തന്നെയായിട്ട് ഉണ്ടാക്കാറ്. അച്ഛന് പരിപ്പ് പായസം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. മാങ്ങാക്കറി, അതുപോലെ ഉപ്പേരിയൊക്കെ. പിന്നെ ഇതാ പായസം എന്താ അവിടെ തിള വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി നമ്മൾ സദ്യവട്ടങ്ങൾ ഓരോന്നായിട്ട് വിളമ്പാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതാ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ വിളക്കത്ത് ഇലയൊക്കെ വെച്ചിട്ട് ഓരോന്നായിട്ട് വിളമ്പി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇവിടെ വിഷു ആയാലും ഓണായാലും എന്തൊരു ആഘോഷമായാലും നമ്മുടെ പിറന്നാളിന് എല്ലാറ്റിനും അതെ നമ്മൾ ഇതുപോലെ വിളക്ക് കൊളുത്തിയിട്ട് ആദ്യം എല്ലാ സദ്യവട്ടങ്ങളും വിളക്കത്ത് വിളമ്പിയിട്ടാട്ടോ നമ്മൾ നമ്മുടെ ഇലയിൽ വിളമ്പുക. അപ്പോഴേക്ക് ഇതാ ഇവിടെ ആദ്യക്കുട്ടൻ റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആൾക്ക് വിശപ്പ് തുടങ്ങി തോന്നുന്നു. അപ്പോൾ അത് അവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ അച്ഛനും കുളിയൊക്കെ കഴിഞ്ഞ്, ചൂട് കാരണം അച്ഛനും ഇടയ്ക്കിടയ്ക്ക് കുളി തന്നെ കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കുളി, രണ്ടാമത്തെ കുളി കഴിഞ്ഞിട്ട് അച്ഛനും ഇതാ റെഡിയായി വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ അമ്മ ഇതാ വിളക്കത്ത് ചോറും കറികളൊക്കെ വിളമ്പി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇവിടെ ഡൈനിങ് ടേബിളിൽ വന്നിട്ട് ബാക്കിയെല്ലാം വിളമ്പുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇവിടെ ചോറ് വിളമ്പാനൊന്നും ക്ഷമയില്ല. ഒരാളിവിടെ അപ്പത്തിനും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാതും വിളമ്പിയിട്ട് പിന്നെ ഞാനും അമ്മയും ഞങ്ങൾ രണ്ടാളും ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക ഇതുപോലെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാട്ടോ, വിഷു, ഓണം അങ്ങനെയൊക്കെ. അപ്പോൾ ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ ഇലയിൽ കുറച്ച് പായസം ഒഴിച്ചിട്ട് അതിൽ പപ്പടമൊക്കെ പൊടിച്ചിട്ട് കഴിച്ചു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കഴിക്കണത്. ഇങ്ങനെയൊന്നും ഞാൻ കഴിക്കാറില്ല, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് പരിപ്പ് പായസം അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തോന്നി കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ, ഉച്ചയ്ക്ക് ശേഷം. അങ്ങനെ ഞാൻ റെഡിയായി ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാ അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ട്, ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിലെത്തി. ഇതാ അനിയത്തി ഗ്രീഷ്മ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചെറിയച്ഛൻ്റെ മോളാട്ടോ അത്, അവൾ വന്നിട്ടുണ്ട്. അവൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് വിഷുവിൻ്റെ ലീവിന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.